ഹായ് ഗായ്സ്, ഇന്നൊരു വീക്കെൻഡാണ്. പിന്നെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ജസ്റ്റ് എന്നാൽ പുറത്തൊക്കെ പോകുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ലുലുവിൽ എന്തോ 50% സെയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് കേട്ടത്. പക്ഷേ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ആക്ച്വലി ലുലു ഇവിടുന്ന് ഒരു 7 കിലോമീറ്റേഴ്സ് ഉണ്ട്, കുക്കട്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ യാ, ലുലു എത്തിയിട്ട് കാണാം. ഈ കാണുന്നതാണ് ആക്ച്വലി 50% ഓഫ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഞങ്ങളെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു, കാരണം തിരക്ക് ഇതുവരെ കുറഞ്ഞിട്ടേ കയറ്റൂന്ന്. സോ അപ്പം നമ്മൾ ഓർത്തു സൈഡിലോട്ടുള്ള കടകളിലേക്ക് കയറാം. എന്തെങ്കിലുണ്ടോ? ഏത് കടയുടെ പേര്? സ്മിറ്റൻ. സോ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് സാമ്പിൾ പ്രോഡക്റ്റ്സ് അതെ സ്റ്റോർ കാണുന്നത്. ഞാൻ ഓൺലൈൻ കണ്ടിട്ടുണ്ട്. So as you know, Smitten sells all, what do you say, sample size products, tiny versions. പക്ഷെ എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഉണ്ടോ? ബോഡി വാഷാ ഇതൊക്കെ എങ്ങനെ തികയാനാ? ഇത് അത് സാമ്പിൾ സൈസാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇവിടെ വാങ്ങണം. ഇതൊന്നും തികയത്തും കൂടി ഈസിലി എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു. കുഞ്ഞു പ്രൊഡക്ട്സിനൊന്നും ഇത്രയും പൈസ മുടക്കാൻ നമ്മളത് റിച്ച് അല്ല. കാരണം നമുക്കൊന്നും സാമ്പിൾ ഇല്ല. ആവശ്യമില്ല. എന്തെങ്കിലും ഇഷ്ടമാണെന്ന് കണ്ടാൽ നമ്മളങ്ങ് ലൈഫ് ഫുൾ പ്രൊഡക്റ്റ് വാങ്ങും. അതാണ് ഞങ്ങളുടെ സ്റ്റൈൽ. കുറച്ച് ഓവറായിരുന്നു. സോ ഞങ്ങൾ ആക്ച്വലി ഷൈവയിൽ കയറിയായിരുന്നു. അവിടെ ബൈ 3 at 1299, which is actually a very decent deal when it comes to underclothes. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ലോഞ്ചറിയുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. സോ അപ്പോൾ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല, കാരണം അത് എക്സ്ക്ലൂസീവ് കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ യെസ്, വി ഗോട്ട് സം. എനിക്കറിയത്തില്ല എത്ര നാൾ ഈ ഓഫർ ഉണ്ടെന്ന്. മേ ബി ഇറ്റ്സ് അവൈലബിൾ ഓൺലൈൻ, സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ അന്തവും കുന്തില്ലാതെ ഇപ്പോൾ ലുലുവിൻ്റെ അകത്തൂടെ നടക്കുക. എല്ലായിടത്തും തിരക്കാണ്. സോ എങ്ങോട്ട് കയറണം എന്ന് ഒരു പിടുത്തവും ഇല്ല. ലെറ്റ്സ് സീ. ഞങ്ങൾ നേരത്തെ താഴെ ആ 50% ഓഫിൻ്റെ അവിടെ പോകാനായിട്ട് കയറിയപ്പോൾ അവർ സമ്മതിച്ചില്ല. കാരണം ഇതാണ് അതിൻ്റെ അകത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പെട്ടുപോയാലോ? ഞാൻ ആക്ച്വലി പണ്ടൊരിക്കൽ കൊച്ചിയിലെ ലുലു വെച്ച് കളഞ്ഞു പോയിട്ടുണ്ട് ഇതുപോലെ തിരക്കിൻ്റെ അകത്ത്. കണ്ടിട്ട് ആർക്കും വീട്ടിൽ തലവേണയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരുടെ വാരലും കണ്ടിട്ട് അമ്മാതിരി വാരലാണ് കഴിച്ചത്. അതൊരു അപ്പൂപ്പൻ. ഞങ്ങൾ ആക്ച്വലി ഒരു ഫ്ലോർ മേളിലേക്ക് കയറി. മിസ്റ്റർ DIY ഉണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി മിസ്റ്റർ DIYയിലേക്ക് കയറാമെന്ന് വെച്ചു. കാരണം ഞാൻ ആക്ച്വലി ഇത് കണ്ട് യൂട്യൂബിലൊക്കെ കണ്ടുവരിച്ചേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കയറുന്നത്. സോ ഏതാ ആ ക്ലിപ്പുകളൊക്കെ ഇത്? ചിലതൊക്കെ നോർമലായിട്ടാ, പക്ഷെ ചിലതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സ്ലീപ്പിംഗ് മാസ്ക് 59 rupees. 89 ഉണ്ട്. ആക്ച്വലി ഇത് എത്ര വലുപ്പം ഉണ്ടാവും? തുറന്നു നോക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ എന്നറിയോ, മാറ്റല്ലേ? ആ സ്ലിപ്പർ ഡിസൈനാ. ബട്ട് എൻ്റെ ടേബിളിലിടാൻ എത്ര രൂപയാണ് നോക്കട്ടെ. 190 ഇച്ചിരി ജാസ്തിയുടെ. 190 കുറച്ച് കൂടുതലല്ലേ? ഏതാ? സോ ഇതാണിപ്പം ഇവിടുത്തെ തിരക്ക്. ഞങ്ങളിപ്പം മിസ്റ്റർ DIYന്ന് കുറച്ച് സാധനം വാങ്ങി. ഞങ്ങളിപ്പോൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാം. വി ഗോട്ട് സ്ലീപ്പിംഗ് മാസ്ക്. ഇതിന് 45 രൂപ. പിന്നെന്താ നമ്മൾ വാങ്ങി? കാലൊരിക്കുന്ന സാധനം ഫോർ 69 രൂപ. യെസ്, നെയിൽ ഫൈലർ അതിന് എത്രയോ 50 രൂപ സംതിങ്. ആൻഡ് ഫേഷ്യൽ റേസർ 39 rupees. ഇത്ര സാധനം മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ.
പക്ഷേ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഈ കടയ്ക്കകത്ത് ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ഫോർ ലോങ് ക്യൂ. ഇപ്പോൾ ഹൈദരാബാദിലെ ക്ലൈമറ്റ് ആക്ച്വലി വെരി ഫണ്ണിയാണ്. മഴയ്ക്ക് മഴയുണ്ട്, ചൂടിന് ചൂടുണ്ട്, ഹ്യൂമിഡിറ്റിക്ക് ഹ്യൂമിഡിറ്റി ഉണ്ട്. കാലാവസ്ഥയുടെ ഒരു വിളയാട്ടമാണ്. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലെത്തി. ഇവിടെ പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ലുലുമാളി വന്നിട്ട് ലുലുവിലൊഴികെ ബാക്കി എല്ലാ കടയിലും കയറും കേട്ടോ. കാരണം ഇവിടെ പക്ഷേ കളക്ഷൻസ് വലിയ തിരക്കൊന്നും ഇല്ല. എത്ര? സ്വല്പം ജാസ്തിയാ, കാരണം ഒറ്റപ്പാളി തുണിക്ക് ഇറ്റ്സ് കൈൻഡ് ജാസ്തി. കട്ടിയില്ലാത്ത തുണി, അതുകൊണ്ട് 590 നിന്ന് കൂടുതൽ. ആക്ച്വലി സ്പീക്കിംഗ് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും എടുത്തില്ല, കാരണം സ്റ്റുഡിയോ ഇപ്രാവശ്യം ഈസ് ഡിസപ്പോയിൻറ്റിങ്. സ്റ്റുഡിയോക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അപ്ഡേറ്റ് യുവർ കളക്ഷൻസ്. കുറച്ചുകൂടെ എന്താ പറയുക, അല്ല അത് ഒരു യുണീക്കായിട്ടൊന്നും കാണുന്നില്ല. കുറച്ച് എനിക്കൊന്ന് ഈ ഒരു 1 മന്തായിട്ട് ഞാൻ നേരത്തെ മന്ത് സ്റ്റാർട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന കളക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. സോ ഇറ്റ് ഫീൽസ് റെപ്പിറ്റേറ്റീവ്. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് എങ്ങോട്ടേക്കാണ് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാക്കി. സോ ഞങ്ങളിപ്പം ലുലുവിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെ ഫുഡ് കോർട്ട് വന്നു. ബിക്കോസ് അവസാനം മുമ്പിലാണല്ലോ വന്നെത്തുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം ഒന്ന് ജസ്റ്റ് ബ്രൗസ് ചെയ്തിട്ട് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് കോൺഡോഗാണ്. ഇറ്റ്സ് എ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ്. അൺഹെൽത്തി എന്നതിന് പറയരുത്, കാരണം ഫ്രൈഡാണ്. സോ സ്റ്റാർട്ടേഴ്സ് പോലെ കഴിക്കാൻ തോന്നുന്നു. ആക്ച്വലി ഞാനിത് കുറേ നാളെ കഴിച്ചിട്ടില്ലായിരുന്നു. നൊസ്റ്റാൾജിയയുടെ പുറത്ത് ഞാൻ വാങ്ങിയതാണ്. ആർക്കും അറിയത്തില്ല എങ്ങനെ നിൽക്കുന്നു. സോസേജ് കോൺഡോഗാണെന്ന്. സോ ട്രൈ അല്ല, നീയാണ് ട്രൈ, നീയല്ലേ കഴിക്കാതെ. എവിടെന്നാ കഴിക്കണ്ടത്? അടുത്തൊക്കെ കടിച്ചു തുടങ്ങിയാൽ മതി. ചൂടുണ്ടെങ്കിൽ ചൂടുണ്ടോ? അല്ലേ സോസേജ് കിട്ടിയില്ല, ചൂടായിരുന്നു. ഇത് നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട് ചെറുതായിട്ട്. നാണൂലാണ് വീടിക്കൊന്നും കാണത്തില്ല, ബട്ട് ആവി പറക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഒരാളുടെ നാക്കുപുള്ളി ഇനിയിപ്പോൾ ഞാൻ പരീക്ഷിക്കുന്നില്ല. കുറച്ച് നേരം നമ്മൾ താഴ്ത്തി വെക്കാം, എന്നിട്ട് ആറിയിട്ട് കഴിക്കാം. ഓക്കെ, ഉള്ളിൽ ആ സോസേജ് ഇഷ്ടം. പിന്നെ ഇവിടുന്ന് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് സ്പെക്റ്റിക്കലായിരുന്നു, ബട്ട് അതെന്താ പൊതുവേ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അല്ല പൊതുവെ നാട്ടിൽ വന്നു കഴിയുമ്പം ഈ പുറത്തുനിന്നുള്ള മറ്റ് ക്യൂസീൻസ് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഡിസപ്പോയിൻറ്റിങ് ആവാറുണ്ട്. ഇന്ത്യൻ്റെ കുറ്റമല്ല, പക്ഷെ അത് പറ്റാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് സൗണ്ടിലേക്ക് അസൽ NRI ഫീൽഡിലോ അതെ അതെ ബട്ട് സ്റ്റിൽ അതൊന്നും വരുന്നില്ലല്ലോ അല്ലേ. ഇതിപ്പോൾ അവരുടെ പ്രമോഷൻ പോലെ. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിയത്? ഗോച്ചു ചാൻ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇറ്റ്സ് ക്രിസ്പി കൊറിയൻ ഹോം ഡോഗ്. ഇതൊക്കെ കട്ട് ചെയ്തോളാണ്. സോ ഞങ്ങൾ കോണ്ടോ കഴിച്ചിട്ട് ഞങ്ങൾ ആക്ച്വലി ഈ മെയിൻ എന്ത് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഹൽബേക്ക് കണ്ടു. സോ അപ്പോൾ ഞങ്ങൾ ഹൽബേക്കിൽ നിന്ന് കുറച്ച് ഫ്രൈഡ് ചിക്കൻ മീൽ ബോക്സ് വാങ്ങി. ഇവിടെ ഒരാൾക്ക് പരിവേഷം എടുത്തിരിക്കുന്നത്. സോ പപ്സ് കുടിക്കുന്നതിൻ്റെ ധൃതിയിലാണ് അവിടെ.
Wait, I'll show you. So this is what we got. Some fried chicken, bun, dips and fries with drink. Yes. ഞങ്ങളപ്പോൾ കഴിക്കാൻ പോവാണ്. As usual പറയുന്ന പോലെ കഴിക്കുന്ന വീഡിയോ നിങ്ങൾ എടുക്കാറില്ല. വെരി സോ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ലുലുമാളി വന്നിട്ട് ലുലു കയറാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് പറ്റില്ല. ഭയങ്കര തിരക്കാണ്. ഒടുക്കത്തെ തിരക്കാണ്. എന്ത് സാധനം വാങ്ങിയാലും ഒരു 2 മണിക്കൂർ ലൈൻ നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ അത് ഇനി വെറുത്തല്ല. ഇതൊന്നും ഇവിടെ നടക്കാൻ പോലും കട്ടി നിന്ന സ്ഥലമില്ല. ഇവിടെ ആൾക്കാരൊക്കെ നിന്നൊക്കെയാണ് വെയിൽ കടന്ന് ഒക്കെയാണ് ഇവിടെ എന്താ പറയുക ബില്ലിന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അത്രയും തിരക്കിൻ്റെ അകത്ത് കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഇറങ്ങി പോരുകയാണ്. അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലുലു ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ലുലുവിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു. ബട്ട് ഡ്യൂ ടു അൺഫോർസീൻ സർക്കംസ്റ്റൻസസ് ഞങ്ങൾ തിരിച്ചു പോവാം. എല്ലിൻ്റെയും ഗീതുവിൻ്റെയും പ്രയാണം ഇന്നത്തെ ഇവിടെ അവസാനം.